തിരുവനന്തപുരം നഗരഭരണം പിടിക്കാൻ ബിജെപിയുടെ സർജിക്കൽ സ്ട്രൈക്ക്. മേയർ സ്ഥാനത്തേക്ക് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ ഉയർത്തിക്കാട്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. മുരളീധരൻ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ഈ പരീക്ഷണം ഫലം ചെയ്യുമോ എന്ന് കണ്ടെത്താൻ ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ ഏജൻസിയെ സർവേക്കും നിയോഗിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നിയമം വഴി നിയമസഭയിലേക്കും തൃശൂരിലൂടെ ലോക്സഭയിലേക്കും എത്തിയ ബിജെപിയുടെ അടുത്ത ലക്ഷ്യം തലസ്ഥാന നഗരഭരണമാണ്. നഗരം പിടിക്കാൻ കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്നിലേറെ സീറ്റുകൾ ഉറപ്പെന്നും അവർ വിശ്വസിക്കുന്നു. അതിനാലാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയുള്ള നീക്കം. ഭരണമുറപ്പിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി തലസ്ഥാനത്തിറങ്ങിയത്. ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും CPM-നെ മറികടക്കാനായില്ല. പക്ഷേ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് NDAയുടെ നീക്കം. മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മുരളീധരൻ നിയമസഭയിലേക്ക് മത്സരിച്ചത് കഴക്കൂട്ടത്താണ്. അവിടെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട്. മുരളി മേയർ സ്ഥാനാർത്ഥിയായാൽ കഴക്കൂട്ടം മേഖലയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വട്ടിയൂർക്കാവ്, നേമം നിയമസഭാ മണ്ഡലങ്ങളിലെ നഗരസഭാ വാർഡുകളിൽ BJPക്ക് മേൽക്കൈയുണ്ട്. കഴക്കൂട്ടത്തും പ്രകടനം മെച്ചപ്പെടുത്താനായാൽ ഭരണം ഉറപ്പെന്നാണ് കണക്കുകൂട്ടൽ. മുരളീധരനെ മേയർ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ BJPക്കും യോജിപ്പാണ്. കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഇലക്ഷൻ റിസർച്ച് പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ഏജൻസിയാണ് തലസ്ഥാനത്തും BJPക്ക് വേണ്ടി സർവേ തുടങ്ങിയത്. വി മുരളീധരന്റെ സാന്നിധ്യം എത്ര കണ്ട് ഗുണം ചെയ്യുമെന്നാണ് പരിശോധിക്കുന്നത്. ഒപ്പം BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഇവർ മെനയും. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട വാർഡുകൾ പിടിച്ചെടുക്കാൻ പ്രത്യേക പദ്ധതിയും BJP ആരംഭിച്ചിട്ടുണ്ട്. മുരളീധരന് പുറമെ മറ്റു ചില സസ്പെൻസ് സ്ഥാനാർത്ഥികളെ കൂടി രംഗത്തിറക്കാനും ശ്രമം തുടരുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. തന്ത്രപ്രധാനമായ നീക്കത്തിന് തിരുവനന്തപുരം തലസ്ഥാന നഗരം പിടിക്കാൻ BJP ഒരുങ്ങുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്തത്. ഡാൻ കുര്യൻ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, നമുക്കറിയാം BJPക്ക് ഏറ്റവും സാധ്യത ഉണ്ട് എന്നവർ പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. തിരുവനന്തപുരം നഗരം ഇപ്പോൾ അവിടെ മുഖ്യ പ്രതിപക്ഷമാണ്. അത് ഭരണത്തിലേറാൻ അനുകൂല സാഹചര്യം, അത് എന്തുകൊണ്ട് വി മുരളീധരന്റെ നേതൃത്വം അതിന് ഗുണം ചെയ്യും എന്ന് BJP വിശ്വസിക്കുന്നു. ഒപ്പം എന്താണ് BJPയുടെ ഈ ആക്ഷൻ പ്ലാൻ? സജിത്ത്, തിരുവനന്തപുരം നഗരസഭയിൽ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 9,57,730 അവിടെ 2015 നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിലെയും 2020 നഗരസഭാ തെരഞ്ഞെടുപ്പിലെയും കണക്കുകൾ തന്നെയാണ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കത്തിന് BJP കേന്ദ്രങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. 2015 ആകെയുള്ള 100 വാർഡുകളിൽ 42 LDFന്റെ കക്ഷിനില, 34 BJPയുടെ കക്ഷിനില, 21 UDFന്റെ കക്ഷിനില. അത് 2020 നഗരസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 52 LDFും 35 BJPയും കേവലം 10 സീറ്റിലേക്ക് UDFും ഒതുങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് UDFന്റെ സീറ്റുകൾ കുറഞ്ഞത് LDFനും BJPക്കുമാണ് 2020 നേട്ടമായി മാറിയിരിക്കുന്ന സാഹചര്യം. 2025 വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനെതിരെ അതിശക്തമായ മത്സരം കാഴ്ചവെക്കാൻ പല വാർഡുകളിലും BJPക്ക് ഇതിനോടകം തന്നെ കഴിയുമെന്ന പ്രതീക്ഷ സംഘടനാ നേതൃത്വത്തിനുണ്ട്. അത് വിലയിരുത്തിക്കൊണ്ടാണ് പ്രധാനമായി തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, അതോടൊപ്പം തന്നെ കോവളം മണ്ഡലത്തിൻ്റെ 5 വാർഡുകൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം നഗരസഭയിൽ നിർണായക സ്വാധീനമുള്ള വി മുരളീധരനെ തന്നെ, മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനെ തന്നെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു നിർദ്ദേശം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന നേതൃത്വത്തിൽ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന്റെ കാര്യം നമുക്കറിയാം. വി മുരളീധരൻ കഴിഞ്ഞ തവണ ആറ്റിങ്ങലിലാണ് ലോക്സഭയിലേക്ക് മത്സരിച്ചത്. അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം നിയമസഭയിലേക്ക് കഴക്കൂട്ടത്തു നിന്ന് മത്സരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കരുത്ത് കാണിച്ചിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായി കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വാധീനമുണ്ട്. അതോടൊപ്പം നേമത്തും വട്ടിയൂർക്കാവിനുമൊക്കെ BJPക്ക് നിർണായകമായ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അവിടെ വി മുരളീധരനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചാൽ കഴക്കൂട്ടം മേഖല കൂടി പിടിച്ചെടുക്കാനാകുമെന്നും അങ്ങനെ ഭരണത്തിലേക്ക് കടന്നുവരാൻ കഴിയുമെന്നുമുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ നീക്കത്തിന് BJP തയ്യാറാകുന്നത്. അവിടെയാണ് മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനെ തിരുവനന്തപുരത്തിന്റെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള നിർദ്ദേശം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി
വൻ തുക ചെലവഴിച്ചാണ് അദ്ദേഹത്തെ ഈ മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിച്ചാൽ അതിൻ്റെ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അറിയുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിലും കർണാടകയിലും ഇലക്ഷൻ റിസർച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു സ്വകാര്യ ഏജൻസി ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വി മുരളീധരൻ തിരുവനന്തപുരം നഗരമേഖലകളുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങളിലടക്കം സജീവമായി ഇടപെടുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൃത്യമായ ലക്ഷ്യം നഗരസഭയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മേയർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മുന്നിൽ നിർത്താനുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡാൻ, ഈ ആലോചനയിലേക്ക് BJPയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? കാരണം ഒന്ന്, ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു മുൻനിര മുഖം, ഒരു പ്രധാനപ്പെട്ട മുഖത്തെ അവതരിപ്പിച്ചാൽ അത് നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷ. ഒപ്പം BJPക്ക് ദേശീയ തലത്തിൽ തന്നെ കേരളത്തിലെ തലസ്ഥാന നഗരത്തെ തലസ്ഥാന കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞാൽ അത് ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കാട്ടാൻ കഴിയും. ഈ സാധ്യതയൊക്കെ BJP മുന്നിൽ കാണുന്നുണ്ടോ? സജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ കേവലം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യങ്ങൾക്കപ്പുറം ദീർഘവീക്ഷണത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് അവർ നടത്തുന്നത്. ഏതെങ്കിലും വിധേനെ തിരുവനന്തപുരം നഗരസഭയിൽ ആധിപത്യം ഉറപ്പിക്കാനായാൽ അതിന്റെ പ്രതിഫലനം തൊട്ടടുത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം കഴക്കൂട്ടത്തും അതോടൊപ്പം നേമത്തും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലുമൊക്കെ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. അവിടെ വി മുരളീധരനെ ഇങ്ങനെ ഒരു തന്ത്രപ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കുന്ന നീക്കം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലുണ്ട് BJP നേതൃത്വത്തിന്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ തന്ത്രം മെനയുന്നത്. അവിടെയാണ് ഈ സ്വകാര്യ ഏജൻസി മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ അതുകൂടി, അതായത് വി മുരളീധരന് അപ്പുറത്തേക്ക് മുതിർന്ന ചില സീനിയർ നേതാക്കന്മാർ കൂടി ഒരുപക്ഷെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കൽ ലക്ഷ്യം വെക്കുന്നത് നഗരസഭാ തെരഞ്ഞെടുപ്പല്ല, അതിനപ്പുറത്തേക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പ്രധാനപ്പെട്ട ചില സീറ്റുകൾ A ക്ലാസ് മണ്ഡലമായി കണ്ടുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അതിന്റെ സെമി ഫൈനലായി കണ്ടുകൊണ്ട് മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കാനുള്ള ഈ നിർണായകമായ നീക്കം. ഡാൻ സൂചിപ്പിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക നേതാക്കളല്ല, ഇത്തവണ മുൻനിര നേതാക്കൾ തന്നെ മത്സരത്തിന് ഇറങ്ങട്ടെ, അങ്ങനെ ഒരു തീരുമാനം. അതിനുശേഷം ആ മുൻനിര നേതാക്കളെ നിർത്തി പരമാവധി തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കുക, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. ഇത് തിരുവനന്തപുരത്ത് ഒതുങ്ങുന്ന സ്ട്രാറ്റജിയല്ല. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ഈ നീക്കം പ്രകടമായേക്കും എന്ന് വേണോ പ്രതീക്ഷിക്കാൻ? അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ വലിയ തിരിച്ചടിയാണ് ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് ചില മാറ്റങ്ങൾ, തീരുമാനങ്ങളിൽ ചില മാറ്റങ്ങൾ എടുക്കാൻ നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പാൻ കേരള ഇമേജുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് അങ്ങനെയൊരു വ്യക്തിപ്രഭാവം അവിടെ ഉണ്ടായില്ല. പ്രാദേശികമായ ഒരു മുഖമായി ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു പാൻ കേരള ഇമേജ് ഇല്ലാതെ പോയതാണ് വലിയ തരത്തിലൊരു പരാജയത്തിലേക്ക് പാലക്കാട് വഴിവെച്ചത് എന്നൊരു വിലയിരുത്തൽ BJP കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പുകളെയും നിസ്സാരമായി കാണേണ്ടതില്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി തന്നെ വിശേഷിപ്പിക്കപ്പെടും. അങ്ങനെയൊരു തെരഞ്ഞെടുപ്പിൽ BJP പ്രവർത്തകരുടെ, താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ, സംഘടനാ തലത്തിൽ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ മുതിർന്ന നേതാക്കൾ തന്നെ മുന്നിൽ നിന്ന് നയിക്കണം. അവിടെ ജനസമ്മതമുള്ളവരും അതോടൊപ്പം തന്നെ സ്വാധീനമുള്ള നേതാക്കളെ തന്നെ ആയിരിക്കണം മുൻനിരയിൽ നിർത്തേണ്ടത് എന്നൊരു പൊതു വിലയിരുത്തലുണ്ടായിരുന്നു. ആ വിലയിരുത്തൽ ദേശീയ നേതൃത്വം ശരിവച്ചിരിക്കുന്നു. അങ്ങനെയാണ് സംസ്ഥാന നേതൃത്വത്തോട് മുതിർന്ന നേതാക്കളെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മുന്നിൽ നിർത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് വി മുരളീധരനെ തന്നെ തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഒരു തീരുമാനം സംസ്ഥാന BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി, തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് പിടിക്കണമെങ്കിൽ അത് എത്ര കണ്ട് സാധ്യമാണ് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. നിലവിൽ CPM ആണ് അവിടെ ഭരിക്കുന്നത്, ഇടതു മുന്നണിയാണ്. കോൺഗ്രസ് ഏറെ പിന്നോട്ട് പോയതുകൊണ്ടാണ് BJPയുടെ കടന്നുകയറ്റം ഉണ്ടായത്. ഇത്തവണത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്തായിരിക്കും? അവിടെ CPM ഈ BJPയുടെ നീക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി മെനയുന്നുണ്ടോ? ഒപ്പം കോൺഗ്രസും ഇതിനെ എങ്ങനെ ചെറുക്കും? BJP പ്രതീക്ഷ വെക്കുന്നത് LDFന്റെ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് വരാം എന്നതിനപ്പുറത്തേക്ക് UDFനെ പൂർണ്ണമായി ജില്ലയിൽ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ നഗരമേഖലകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുക. അതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട UDF നേതാക്കളെ, കോൺഗ്രസ് നേതാക്കളെ അടർത്തിയെടുക്കാനുള്ള നീക്കമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. സമാനമായ തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകും. ചില നേതാക്കളൊക്കെ BJP ബാന്ധവത്തിന് തയ്യാറായി മുമ്പോട്ട് പോകുന്ന സാഹചര്യവുമൊക്കെ കണ്ടതാണ് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
ഇങ്ങനെയൊരു ലക്ഷ്യത്തിലേക്ക് അവർ നടന്നെടുക്കുന്നത് താഴെത്തട്ട് മുതൽ സംഘടനാ തലത്തിൽ പ്രവർത്തനം സജീവമാക്കിക്കൊണ്ടാണ്. അവിടെ കോൺഗ്രസിൽ പ്രാദേശിക പ്രശ്നങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കോവളത്ത് മാത്രമാണ് നിയമസഭാ സാമാജികൻ UDF-നുള്ളത്. അതുകൊണ്ട് തന്നെ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനം ഇനി അങ്ങോട്ട് ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായി മാറും. ആ വെല്ലുവിളി അവസരമാക്കി മാറ്റാനുള്ള ഒരു നീക്കം BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ നീക്കത്തിൽ അവർ ലക്ഷ്യം വെക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെ തന്നെ നേമം, വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ BJP-യുടെ സ്വാധീന കേന്ദ്രങ്ങളാണ്. അതിനപ്പുറത്തേക്ക് കഴക്കൂട്ടത്തേക്ക് കൂടി വി മുരളീധരനെ മുന്നിൽ നിർത്തിയാൽ കഴക്കൂട്ടം മേഖലയിൽ നേട്ടമൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ കഴക്കൂട്ടം മേഖലയിൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ ഭരണമുറപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നു വരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. നിലവിൽ 52 സീറ്റുകളാണ് LDF-നുള്ളത്. 52 വാർഡുകളിലാണ് LDF പ്രതിനിധികളുള്ളത്. BJP പ്രതിനിധികളുള്ളത് 35 വാർഡിലാണ്. ആ 35-ൽ നിന്ന് 52-ലേക്ക് എത്താൻ വേണ്ട ഭൂരിപക്ഷം അല്ലെങ്കിൽ വേണ്ട സീറ്റുകൾ എന്ന് പറയുന്നത് 17 വാർഡുകൾ കൂടി അധികമായി പിടിക്കുക എന്നതാണ് ഈ നിലവിലെ സ്ഥിതിയിൽ. ആ 17 വാർഡുകളിൽ UDF-ൽ വിള്ളൽ വീഴ്ത്തുക, അതോടൊപ്പം തന്നെ LDF-ൽ നിന്ന് കഴക്കൂട്ടം മേഖലയിലെ ചില വാർഡുകൾ കൂടി പിടിച്ചെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കായിരിക്കും BJP പ്രാധാന്യം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് മുതിർന്ന നേതാക്കളെ തന്നെ പ്രധാനപ്പെട്ട വാർഡുകളിൽ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് BJP കടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, എന്തായാലും സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നീക്കം തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ BJP ലക്ഷ്യമിടുന്നത്. വി മുരളീധരനെ പോലെ ഒരു മുൻ കേന്ദ്രമന്ത്രിയെ തന്നെ കളത്തിലിറക്കി മേയർ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമുണ്ടാകുന്നു. അത് തിരുവനന്തപുരത്ത് ഒതുങ്ങില്ല. സംസ്ഥാനത്തെ സുപ്രധാനമായ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ സമാനമായ നീക്കത്തിന് BJP ഇത്തവണ ഒരുങ്ങുന്നു. തിരുവനന്തപുരത്ത് ഏറെ ശ്രദ്ധേയമാണ് ഈ നീക്കം എന്നതും ഏറെ പ്രസക്തം.